പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ഇനി 9 നാൾ. അയോധ്യയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അയോധ്യയിൽ നിന്ന് സമഗ്ര കവറേജുമായി ന്യൂസ് 18 സംഘവും സജ്ജമാണ്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. രഞ്ജിത്ത്, ഇനി 9 നാൾ കൂടി അവശേഷിക്കുന്നുള്ളൂ. രാജ്യം മുഴുവൻ അയോധ്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. എങ്ങനെ പുരോഗമിക്കുന്നു അവിടുത്തെ ഒരുക്കങ്ങൾ? അരിയ, അതാണ് 9 നാൾ മാത്രമാണ് അയോധ്യയുടെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് ബാക്കിയുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അയോധ്യ മാസങ്ങളായി വർഷങ്ങളായി അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. നമുക്കറിയാം, ചരിത്ര പ്രധാനമായ ഒരു സുപ്രീം കോടതി വിധി വരുന്നു. അതിനുശേഷം ഇവിടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നു. 2024 ജനുവരി 22 പ്രാൺ പ്രതിഷ്ഠ നടത്തും എന്ന് ഏതാണ്ട് ഒരു വർഷം മുൻപ് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ സമഗ്രമായ ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ഇവിടെ വരുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളും അതുതന്നെയാണ്. കാരണം തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്കെ ഇപ്പോഴും തകൃതിയായി നടക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ പ്രാൺ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് പോലും പൂർണ്ണമായും പൂർത്തിയാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളോ ക്ഷേത്ര നിർമ്മാണമോ അല്ല. അത് പല ഘട്ടങ്ങളിലായി അങ്ങനെ നീണ്ടു നിൽക്കും എന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഏതാണ്ട് ഒരു 70% 60% നിർമ്മാണങ്ങൾക്കപ്പുറമുള്ള ഒരു പൂർത്തീകരണം പ്രതീക്ഷിക്കേണ്ട. 2 വർഷം കൂടി ഇനിയെടുക്കും പൂർണ്ണമായും അയോധ്യ ആ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് വന്നു ചേരാൻ എന്നുള്ളതാണ്. നമുക്ക് ഈ ചുറ്റും കാണുന്ന കാഴ്ചകൾ നമുക്ക് അറിയാം. രാവിലെ ഞങ്ങൾ 6:30 ആയപ്പോൾ എത്തിയാണ്. ആ സമയം മുതൽ വലിയ കഠിനമായ തണുപ്പാണ്. 7 ഡിഗ്രി സെൽഷ്യസ് ആണ് തണുപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ തണുപ്പിനെ അവഗണിച്ചും നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്നതും അതുതന്നെയാണ്. നമ്മോടൊപ്പം ചില ഭക്തർ ഉണ്ട്. അവർ ഇവിടെ ദിവസങ്ങളായി തമ്പടിക്കുന്നവരാണ്. ഭാഷ അത് ഹിന്ദിയാണ്. ഹിന്ദി मालूम है आप लोगों को सबको? आप किधर से आया है? हम यूपी से, उत्तर प्रदेश के रहने वाले हैं, जिला मैनपुरी से आए हैं। हाँ, और हम राम जी के दर्शन करने आए हैं। और जो 22 तारीख को प्रस्थान होना है बहुत अच्छा है। हम तो यही कहेंगे सभी लोग ज्यादा से ज्यादा संख्या में आए। और जो मोदी जी ने और योगी जी जो अपील करी 22 तारीख को छोड़ के किसी भी दिन दर्शन करें। और सभी से अनुरोध करेंगे, दिन में लोगों को दर्शन का नहीं है, वो सिर्फ वीआईपी लोग होगा इधर? नहीं, ऐसी कोई बात नहीं। लेकिन जो बड़े बड़े नेता आते हैं तो उनकी व्यवस्था भी देखनी पड़ती है, तो जिससे कोई व्यवस्था भंग न हो, इसलिए आदमी आज तक सब लोग समझदार हैं। तो 22 तारीख के बाद ही दर्शन करने आए। और जय श्री राम, अच्छी बात है जो मंदिर भव्य बन रहा है। ധന്യവാദ്. ഇങ്ങനെയാണ്, അതായത് ഇത് യുപിയിൽ നിന്നുള്ള ഒരു സംഘമാണ്. അങ്ങനെ ഓരോ സംഘങ്ങളായാണ് ഈ അയോധ്യയിലേക്ക് ആളുകൾ എത്തുന്നത്. നമ്മൾ രാവിലെ സംസാരിച്ച നേപ്പാളിൽ നിന്നുള്ളൊരു വലിയ സംഘം ഇവിടെ എത്തിയിരുന്നു. അവർ കൃത്യമായി തന്നെ ദർശനം നടത്തി മടങ്ങിയ പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടതാണ്. മറ്റൊരു കാര്യം ആര്യ, ഇവിടുത്തെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഏതാണ്ട് 35,000 പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷയുടെ ചുമതലകൾ വഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഞാൻ നിൽക്കുന്ന ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട്. ഈ മന്ദിരത്തിന് ശേഷം, ഈ കാണുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നടക്കുന്ന ഈ പോയിന്റിന് ശേഷം ക്യാമറയോ മൊബൈൽ ഫോണുകളോ മറ്റൊരു സംവിധാനമോ അവർ അനുവദിക്കുന്നില്ല. അത് പഴുതടച്ച സുരക്ഷയാണ്. എനിക്കും പ്രശാന്തനും രാവിലെ ക്ഷേത്രത്തിലെത്തി അകത്തേക്ക് പ്രവേശിക്കാനുള്ള അവസരം ലഭിച്ചു. പക്ഷേ നമ്മളെ മൊബൈൽ ഫോണുകള്, ബെൽറ്റുകള്, നമ്മുടെ പേഴ്സുകള്, അത്തരത്തിലുള്ള യാതൊരു സംവിധാനവും അവിടെ ഉപയോഗിക്കാൻ പാടില്ല, അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതൊക്കെ പുറത്തുള്ള ക്ലോക്ക് റൂമിൽ സൂക്ഷിച്ചിട്ട് വേണം ഇതൊക്കെ കൊണ്ടുപോകാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഈ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകുന്നില്ല. കാരണം നിരവധി വിഐപികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സർ, हमसे कुछ बात करेंगे सुरक्षा का बारे में? नहीं सर, हम जो है बताइए जो ये कितना पुलिस लोग है इधर ये करने के लिए बहुत सुरक्षा बनवाया है? ये सर 1 मिनट बता दो तो, ये तो प्राइवेट है। आप बताओ सर, हम ऐसे कैसे बता दें कि कितने आदमी लगे हैं सर? लेकिन पहले से बहुत सुरक्षा हो गया इधर, बहुत पुलिस लोग पहले से बहुत सुरक्षा है, बहुत बढ़िया सुरक्षा है। अब फोर्स तो बहुत ज्यादा आया है, अब उसमें हमें तो आंकड़ा है नहीं। लोग बहुत आता है, लोग बहुत आता है, बहुत लोग आता है, बहुत लोग आता है इधर। हिंदी बताओ। हिंदी में बहुत लोग आता है ना इधर। बहुत लोगों से, बहुत स्टेट से आता है। ये सब वृद्ध ही तो आपको दिख रहे हैं चारों तरफ। उसके लिए सब ये सुरक्षा के लिए कोई दिक्कत नहीं है? कोई दिक्कत नहीं सुरक्षा के लिए। मेरे हिसाब से तो हम भी तो सुरक्षा ही कर रहे हैं। हम जहाँ पे हैं आप देख ही रहे, आप भी वहीं पे हैं। यहाँ कोई आपको परेशानी दिख रही है? इसके और अंदर आपको कोई यहाँ परेशानी दिख रही है? हाँ, तो फिर यहाँ कोई परेशानी नहीं है। അതായത് വരുന്നവർക്കെല്ലാം വളരെ കൃത്യമായി തന്നെയുള്ള
തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പോയിന്റിന് അപ്പുറത്തേക്ക് കടക്കാൻ പ്രയാസമാണ്. കാരണം അവിടെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്തു വെച്ച് വേണം പോകാൻ. മൊബൈൽ ഫോൺ ഉപയോഗമില്ല, ക്യാമറ ഉപയോഗമില്ല, ഒപ്പം നമ്മുടെ കയ്യിലുള്ള ചീപ്പ് പോലും അവർ സുരക്ഷാ ഉദ്യോഗസ്ഥർ നമ്മളിത് വാങ്ങിയ പശ്ചാത്തലമുണ്ട്. അങ്ങനെ നമുക്കറിയാം 22-ാം തീയതിയാണ് നരേന്ദ്രമോദിയും ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട 15,000-ഓളം വ്യക്തികൾക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനമുള്ളത്. അവരൊക്കെ എത്തുക 22-നാണ്. അപ്പോൾ ആ സമയം അതിനു മുൻപ് യോഗി ആദിത്യനാഥിനെ പോലെയുള്ള മുഖ്യമന്ത്രി ഇവിടെ എത്തുകയും സുരക്ഷാ ക്രമീകരണം അടക്കം വിലയിരുത്തുകയും ഈ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മറ്റ് തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള സമഗ്രമായ വിശകലനം നടത്തുകയും ചെയ്യും. ഉന്നതതല യോഗം ഇന്നും UP സർക്കാരിന്റെ ചേരുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഈ പഴുതടച്ച രീതിയിൽ എല്ലാ സന്നാഹങ്ങളോടും കൂടിയുള്ള ഒരു വലിയ ചരിത്രപരമായ ഒരു സംഭവമാക്കി അയോധ്യ പ്രാൺ പ്രതിഷ്ഠയെ മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഇവിടെ വരുമ്പോൾ അറിയാം അത്ര വലിയൊരു ആംബിയൻസ് ആണ് ഇവിടെ. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി സംസ്കാരങ്ങളിൽപ്പെട്ട ആളുകൾ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ്. മലയാളികളായ കുറെ സുഹൃത്തുക്കളെയും നമ്മൾ ഇവിടെ കണ്ടിരുന്നു. നിരവധി ആൾ തിരുവനന്തപുരത്തുകാരെ, വടകരക്കാരൊക്കെ ആയിട്ടുള്ള നിരവധി സുഹൃത്തുക്കളെ ഇവിടെ കണ്ടിരുന്നു. അവരും ഈ ദിവസങ്ങളോളം ഇവിടെ താമസിച്ച് 22-ന് മുൻപ് തന്നെ ഇവരെല്ലാം മടങ്ങണം എന്നുള്ളതാണ്. കാരണം 22-ന് ശേഷം ആർക്കും ഈ പ്രദേശത്തേക്ക് 22-ന് ആർക്കും പ്രവേശനമില്ല, അവർക്കൊന്നും ഈ ദർശനത്തിലുള്ള അത് അവസരമില്ല. അതുകൊണ്ട് 22 വരെ 21 വരെയൊക്കെ ആകും ഒരുപക്ഷെ അവർക്കൊക്കെ ഇവിടെ നിൽക്കാനും ഒക്കെയുള്ള സൗകര്യം. ഇവിടുത്തെ ഹോട്ടൽ റൂമുകൾ ഏതാണ്ട് പൂർണ്ണമായും ബുക്കിംഗ് ആയി കഴിഞ്ഞു. റൂമുകൾ കിട്ടാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നുണ്ട്. നമുക്ക് കുറച്ച് ആളുകളിലേക്ക് ഒന്ന് आप लोग कहां से हैं? हम लोग अयोध्या धाम से ही इस बनारस और अयोध्या के बीच जनपद जौनपुर से। कितना दिन हो गया इधर आके? हम लोग आज सुबह ही ये हम लोगों के दिमाग में था। हमारी जो टीम है यहाँ जो दिखाई पड़ रहे हैं, हमारे वीचू सिंह जी है, हर्षो प्रसाद मिश्र जी है, मुन्ना सिंह जी है, डॉक्टर रणंजय सिंह जी है। हम लोग क्या सोच रहे हैं? बहुत आपका इंतजार था ये राम क्षेत्र का? इसका इंतजार तो पूरे सनातनी, पूरे भारतवर्ष को था ही, लेकिन दुनिया में फैले जितने सनातनी हैं उनके मन में था कि ये बने। और हम लोग यहाँ आने के बाद ये लगा जितनी कल्पना की थी जितना बड़ा बन रहा होगा उसका कई गुना बन रहा है। और इतनी प्रसन्नता हो रही है कि हे प्रभु राम इस चीज को अनवरत बनाए रखें और इस व्यवस्था को लगातार बनाए रखें ताकि इससे और बेहतर बन सके। आप लोग कितने बार आ गया इधर इसके पहले? हम लोग तो बगल के हैं इसलिए कई बार आए हैं, लेकिन आने के बाद अब की बार तो लगा कि कई रास्ते भूले, हम पता ही नहीं चला कि हम किस मार्ग से चल रहे हैं। कितना परिवर्तन हुआ। अच्छा, ये क्या चेंज लग रहा है तुमको ये राम क्षेत्र आने के बाद इधर अयोध्या सिटी को? बहुत परिवर्तन दिख रहा है, बहुत चीज। यहाँ रोजगार से लेकर के तमाम, जहाँ हम लोग बीच बीच में रुके चाय पिए, वहाँ के लोगों ने कहा इतना रोजगार मिला है, इतना रोजगार मिला है कि भगवान ने जितना कुछ लिया है उसका कई गुना दे रहे हैं। बहुत अच्छा लगा, बहुत अच्छा लगा। हम तो कई बार आए थे, लेकिन इस बार आने में ऐसा महसूस हो रहा कि अयोध्या बदल गया है। स्टेशन देख लीजिए, स्टेशन लग रहा है कि ये विश्व स्तरीय स्टेशन बन गया है। अब इससे ज्यादा क्या कहा जाएगा। रेलवे स्टेशन नया वाला आ गया और नया एयरपोर्ट आ गया, अयोध्या बिल्कुल बदल हो गया। जी जी जी, बहुत एकदम बदल गया है। रेलवे स्टेशन अभी हम लोग दर्शन करके आ रहे हैं, वहाँ भी अयोध्या धाम गए थे जंक्शन पे, बहुत अच्छा लगा। और इसके पहले भी हम आए थे, जो पुराना वाला बिल्डिंग देखे हैं और अब वाले बिल्डिंग में बहुत ही अंतर है, आप जान लीजिए। और हम तो यही चाह रहे हैं कि 2024 के चुनाव में नरेंद्र मोदी एक बार पुनः जो है भारत के प्रधानमंत्री बने, यही। और हमारी एक गुजारिश है, सारे लोगों से एक गुजारिश है कि आप सारे लोग उनको जो है वोट करिए और एकदम पूर्ण बहुमत में, जो उनका वो है कि 400 के पार। और हमको ये लगता है, आशा नहीं बल्कि विश्वास है, ऐसा होगा 400 के पार बीजेपी एकदम पूर्ण बहुमत में जीतेगी और पुनः जो है नरेंद्र मोदी जी भारत के प्रधानमंत्री बनेंगे। और मंदिर का निर्माण अनवरत चलता रहेगा जब तक भगवान की इच्छा होगी, तब तक। यानी 24,400 पार, यानी 24,400 पार, 24,400 पार ये प्रभु करेंगे। जय श्री राम, जय जय श्री राम, जय जय श्री राम। അങ്ങനെ അത്തരത്തിലാണ് ആര്യ കാര്യങ്ങൾ. നമുക്ക് ഈ അവരുടെ ആ ഒരു വൈകാരികമായ അവരുടെ പ്രതികരണത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. അവർ ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ ചരിത്രമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. ഈ വരുന്ന 22-ാം തീയതി 9 ദിവസം മാത്രമാണ് അതിന് ബാക്കിയുള്ളത്. അതിന് സാക്ഷ്യം വഹിക്കാനായി നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിന് മുൻപ് തന്നെ
ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുകയാണ് പല ആളുകളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ, ഒരിക്കൽ കൂടി പോയാൽ, പലതരത്തിലുള്ള ആളുകൾ പലതരത്തിൽ കൂട്ടമായി എത്തുകയും അവർ പലരും ഇത്തരം ദർശനങ്ങൾ നടത്തി മടങ്ങുകയും ചെയ്തു. നമുക്ക് വളരെ കൃത്യമായി തന്നെ കാണാം. അത്തരത്തിൽ ഒരുപാട് തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു വലിയ ചരിത്ര സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ പരമാവധി ആഘോഷിക്കുകയാണ് അയോധ്യയിൽ. രഞ്ജിത്ത്, ഒരു കാര്യം, അതായത് ഇത്തരത്തിൽ നിരവധി ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന്, രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് അവിടേക്ക് എത്തുന്നു എന്ന് രഞ്ജിത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, അതായത് ഈ പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞാലും കുറച്ച് ദിവസം കൂടി അല്ലെങ്കിൽ 2 ദിവസം കൂടി വിശ്വാസികൾ കാത്തിരിക്കണം ഈ ഒരു ദർശനത്തിനായി ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി 9 ദിവസം കൂടിയേ ഉള്ളൂ. പഴുതടച്ച സുരക്ഷയായിരിക്കും ഇത്രത്തോളം പ്രമുഖർ, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അവിടേക്ക് എത്തുമ്പോൾ ഒരുക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രത്തോളം ഭക്തർ അവിടേക്ക് എത്തുന്നത് അത് സ്ഥിതിഗതികൾ കൺട്രോൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? എങ്ങനെയാണ് അതിന്റെ ആ ഒരു സുരക്ഷയുടെ അടക്കമുള്ള കാര്യങ്ങൾ? അതായത് ഏതാണ്ട് 2000-3000 ഭക്തജനങ്ങൾ ദിനംപ്രതി വന്നു പോയിരുന്ന ഒരു സ്ഥലമായിരുന്നു നേരത്തെ തന്നെ അയോധ്യ. പക്ഷെ ഇപ്പോൾ അതിന്റെ എണ്ണം 20, 25, 30 എന്നൊക്കെയുള്ള കണക്കിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത്രത്തോളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. നമ്മൾ ഇന്നലെയൊക്കെ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ, ഇന്ന് രാവിലെ കാണിച്ചതുപോലെ ഈ നടന്നും സൈക്കിൾ ചവിട്ടിയും വാഹനങ്ങളിലും മറ്റുമായി ഒരുപാട് പേർ, നമ്മുടെ മലയാളികളടക്കം ഒരുപാട് പേർ എത്തുന്നുണ്ട്. പക്ഷേ 21-ാം തീയതി വരെ മാത്രമായിരിക്കും അവർക്ക് ഇത്തരത്തിൽ ഒരു സംവിധാനം ഒരുക്കുക. ഒരുപക്ഷെ 17-ഓ 18-ഓ കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തും എന്നുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഉന്നതതല പോലീസ് യോഗം ഇന്ന് ചേരുന്നുണ്ട് UP ആസ്ഥാനത്ത്. അതിനുശേഷമാവും ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു കാര്യങ്ങളിലേക്ക് എത്തുക. ഏതാണ്ട് 35,000 പോലീസുകാർ ഈ അയോധ്യയുടെ ചുറ്റും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. റെഡ് സോണായി ഈ മേഖല പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. നമ്മുടെ ചാനൽ ക്യാമറകൾക്കും മൈക്കുകൾക്കും അടക്കം നിയന്ത്രണം പല മേഖലകളിലും ഏർപ്പെടുത്തിയ പശ്ചാത്തലം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ പഴുതടച്ച രീതിയിലുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അന്നുണ്ടാകും. 22-ന് പ്രാൺ പ്രതിഷ്ഠാ ദിനത്തിൽ ആരും അയോധ്യയിലേക്ക് എത്തരുത് എന്ന് പ്രധാനമന്ത്രി അതിന് ആഹ്വാനം ചെയ്ത് നമ്മൾ കണ്ടതാണ്. കാരണം അന്ന് പ്രവേശനം ഉണ്ടാവുക ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാകും. നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘപരിവാർ ആൾക്കാരോട്, BJP പ്രവർത്തകരോട്, ഒപ്പം സംഘപരിവാർ പ്രവർത്തകരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ ഒരുപക്ഷെ ഈ അയോധ്യയിലേക്ക് എത്തുക ഏപ്രിൽ മാസത്തിലായിരിക്കും എന്നുള്ള തരത്തിലാണ്. കാരണം അവര് ഈ പറഞ്ഞതുപോലെ അവർ ഈ ദിവസങ്ങളിൽ ആരും ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ക്ഷണിക്കപ്പെട്ട ആളുകൾ മാത്രമാകും അന്ന് എത്തുക. അത്തരമൊരു പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നാലും അങ്ങനെ ഒരുപാട് ആളുകൾ അത്തരത്തിൽ ദർശനത്തിനായി എത്തുന്നുണ്ട്. आप कहाँ से भैया? कहाँ से? संभाजी नगर उधर से हम 100 लोग हैं, 2 गाड़ी है। पहले आया है इधर? हाँ, पहले आया है अयोध्या में? पहले एक बार। कैसा लग रहा है? उससे सबसे अच्छा लग रहा है। राम जी का बहुत बढ़िया, बहुत बढ़िया, बहुत आनंद लग रहा है हमको। काम भी बहुत जल्दी चल रहा है, बड़ा चल रहा है काम, अच्छा लग रहा है सब। पूरा नहीं हो गया और बहुत दिन होगा पूरा होने में? क्या पूरा कंस्ट्रक्शन पूरा होने में हाँ लगेगा? जल्दी हो जाएगा, जल्दी हो जाएगा, जल्दी हो जाएगा। उससे जल्दी होना ऐसा अपेक्षा है। पंतप्रधान मोदी का ख्याल है इसके ऊपर, देख रहे हो। अच्छा लग रहा है। कितना दिन होगा इधर? कितना दिन? सुबह आया। हमारा दिन रहेगा, 1 महीने का टूर है हमारा पूरा। अच्छा घूम रहे हम, 2 धाम घूम रहे, 2 नेपाल सब करने का भी। हाँ देखा होगा इतना बड़ा क्षेत्र और इतना बड़ा लोग। नहीं, ये पहले ही देखा, बहुत बड़ा है ये बहुत बड़ा क्षेत्र है। बहुत अच्छा चल रहा है। 3 साल पहले आए थे तो कुछ भी नहीं था। हाँ, अभी बहुत बड़ा हो रहा है, बहुत अच्छा है, काम भी बहुत फास्ट चल रहा है। अच्छा है, अच्छा है। അങ്ങനെ ഈ വന്ന് പോകുന്നവർക്കൊക്കെ ആര്യ നേരത്തെ പറഞ്ഞ ഒരുപാട് അവർക്കൊരു ആത്മനിർവൃതിയാണ്. പലരും വലിയ ആനന്ദത്തോടു കൂടിയാണ് മടങ്ങി പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഈ അയോധ്യയുടെ മുഴുവൻ വികാരങ്ങളും പ്രതിഫലിക്കുന്നുണ്ട് ഈ ഭക്തജനങ്ങളുടെ ഓരോ വാക്കുകളിലും എന്നുള്ളതാണ്. സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചത്. അത്തരത്തിൽ ഈ വന്നു പോകുന്നവർക്ക് യാതൊരു അസൗകര്യവും ഉണ്ടാകാതെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആപ് കിധർ സേ ഭയ്യ? मैं लखनऊ से आया हूँ। बोलो कैसा है इधर? इधर अभी कार्य पूरा नहीं हुआ है और उससे पहले ये मंदिर निर्माण कर दिया जा रहा है। हमारी कल्पना है कि ये जब रामनवमी का अवसर आता है तब इसे करना चाहिए और ये चुनाव का मुद्दा बना के इसको पहले ही का निर्माण किया जा रहा है। जल्दी हो जाएगा ऐसा सोच रहे? हो नहीं पाएगा अभी क्योंकि इसमें काफी टाइम लगेगा। അതാണ് പ്രധാനപ്പെട്ട കാര്യം ആര്യ. ഏതായാലും
വലിയ തോതിലുള്ള ആളുകളുടെ ഒരു പ്രവാഹം ഇങ്ങോട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും അത് തന്നെ സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കും എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് അവരുടെ ഈ പറഞ്ഞ മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ വന്ന ഒരുപാട് ഭക്തരാണ്. അവരൊക്കെ വലിയ ആനന്ദത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യ, തീർച്ചയായും രഞ്ജിത്ത് രാമചന്ദ്രനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് അയോധ്യയിൽ നിന്നുള്ള സമഗ്ര കവറേജ് എത്തിക്കുകയാണ്. അയോധ്യയിലേക്ക് തന്നെ നമുക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.